Good morning, dear students. Welcome to the today's class. In the previous class, we have completed the chapter and then Gandhi came and its activity. I hope you might have read it well. Okay, today let us discuss the next chapter, The Price of Flowers by Prabhat Kumar Mukhopadhyay. All of you take your textbook at the page number 51. The story Price of Flowers, written by Prabhat Kumar Mukhopadhyay, narrates the story of human relationship. The bonds of human relationship are so complex to explain. മാനുഷിക ബന്ധങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂത്തിങ് എഫക്റ്റ്. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു കംഫർട്ടിംഗ് എഫക്റ്റ് ഉണ്ട്. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ദ സിമെന്റ് ദ ബോൺസ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളിൽ വാക്കുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, let us start. It was nearly 1 o'clock and I was feeling extremely hungry. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin Lane. Lunch hours in London restaurant were not so crowded in those days. I found not more than 3 or 4 hungry people scattered around the room. I chose a table, seated myself and opened the newspaper. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. സെൻറ്റ് മാർട്ടിൻ ലേനിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ കയറി. ആ ദിവസങ്ങളിൽ ലണ്ടനിൽ ഉച്ചഭക്ഷണത്തിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 പേർ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നത് കാണാം. അങ്ങനെ ഞാനൊരു മേശക്കരികിൽ ഇരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. A waitress came up and waited politely for my order. I raised my eyes from the paper, glanced at the menu and told her what I required. Thank you, sir, she said and went briskly and noiselessly away. എ വെയിട്രസ് കെയിം ആൻഡ് വെയിറ്റഡ് ഫോർ മൈ ഓർഡർ. അല്ലേ, ഒരു വെയിട്രസ് വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു, ഓർഡർ എടുക്കുന്നതിനായി വന്നു. പത്രത്തിൽ നിന്നും മുഖമുയർത്തി, ഐ റൈസ്ഡ് മൈ ഐസ് ഫ്രം ദ പേപ്പർ. പത്രത്തിൽ നിന്നും മുഖമുയർത്തി മെനുവിൽ നോക്കിയതിനു ശേഷം എനിക്കെന്താണ് വേണ്ടതെന്ന് ഞാൻ ആ ജോലിക്കാരിയോട് പറഞ്ഞു. അത് കേട്ട് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് തന്നെ പോയി. ബ്രിസ്ക്ലി എന്ന് പറഞ്ഞാൽ സൂൺ, പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. At that moment, my attention was drawn to a table not far from mine. ആ ഒരു സമയത്ത് എൻ്റെ അടുത്തു നിന്നും വളരെ ദൂരത്തല്ലാത്ത ഒരു മേശയിൽ എൻ്റെ ശ്രദ്ധ ചെന്നു പതിച്ചു. A young English girl was sitting there. She had been watching me with interested surprise, but turned her eyes away as soon as I looked at her. ഒരു പ്രായം കുറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് താല്പര്യത്തോടെയും അതുപോലെ തന്നെ ആകാംക്ഷയോടും കൂടെ തന്നെ ആ കുട്ടി എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആ കുട്ടിയെ നോക്കിയപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തു. ദ ഗേൾ വാസ് 13 or 14 years old. ഏകദേശം 13-14 വയസ്സ് പ്രായമായിരിക്കും അവൾക്ക് ഉണ്ടാവുക. Her clothes betrayed her poverty. Her hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. I watched her when she was not looking so that she would not notice. അവളൊരു പാവപ്പെട്ടതാണെന്ന് അവളുടെ വസ്ത്രധാരണത്തിൽ നിന്നു തന്നെ എനിക്ക് മനസ്സിലായി.
അവളുടെ മുടി തോളിനൊപ്പം നീണ്ടു കിടക്കുന്നതായിരുന്നു. വലിയ കണ്ണുകളുണ്ടായിരുന്നു അവൾക്ക്. ആ കണ്ണുകളിൽ ഒരു വിഷാദഭാവവും ഉണ്ടായിരുന്നു. അവൾ എന്നെ നോക്കാതിരുന്നപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അതൊന്നും ആരറിഞ്ഞതുമില്ല. ആ പെൺകുട്ടി അറിഞ്ഞതുമില്ല. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. അവളുടെ ലഞ്ച് അവസാനിക്കുന്ന സമയത്ത് എൻ്റെ ലഞ്ച് മേശയിലെത്തി. The waitress brought her the bill. Bills are paid at the desk as one goes out. The desk is near the door. The girl stood up. My eyes followed her. ജോലിക്കാരി ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. ആഹാരം കഴിഞ്ഞ് പുറത്തേക്ക് കടക്കുമ്പോഴാണ് ബില്ലടക്കേണ്ടത്. പുറത്തേക്കുള്ള വാതിലിൻ്റെ തൊട്ടരികെ തന്നെയാണ് ബില്ലടക്കുന്ന സ്ഥലം. അങ്ങനെ ആ പെൺകുട്ടി എണീറ്റു. എൻ്റെ കണ്ണുകൾ അവളെ വീണ്ടും ശ്രദ്ധിച്ചു. ആസ് ഷീ പെയ്ഡ് ഹർ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ ലോ വോയിസ്. പണമടക്കുന്നതിനിടയിൽ അവൾ മെല്ലെ കാഷ്യറോട് ചോദിക്കുന്നത് കേൾക്കാം. പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ? ആ ഒരു ജെന്റിൽമാൻ ഇന്ത്യക്കാരനാണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. അങ്ങനെയാണ് തോന്നുന്നതെന്ന് അവർ മറുപടി പറഞ്ഞു. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടോ എന്നാണ് അവൾക്ക് അറിയണമായിരുന്നു. പക്ഷേ എന്നെ ഇതിനു മുമ്പ് അവിടെ കണ്ടതായി ഓർക്കുന്നില്ലെന്ന് ജോലിക്കാരി മറുപടി പറഞ്ഞു. അത്ഭുതത്തോടുകൂടെ ഒരിക്കൽ കൂടി എന്നെ നോക്കിക്കൊണ്ട് ദ ഗേൾ താങ്ക്ഡ് ദ കാഷ്യർ, ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് സം കൈൻഡ് ഓഫ് സർപ്രൈസ് ആൻഡ് വെൻറ്റ് ഔട്ട്. എന്നെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ജോലിക്കാരിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തിറങ്ങി. ഇത് സർപ്രൈസ്ഡ് മീ. ഇതെന്നെ സർപ്രൈസ്ഡാക്കി, അത്ഭുതപ്പെട്ടു പോയി. Why? What was the matter? Her interest in me aroused my interest in her. അവൾക്ക് എന്നോട് തോന്നിയ താല്പര്യം അവളിൽ എനിക്കും താല്പര്യമുണ്ടാക്കി. When I had finished my lunch, I asked the waitress. എൻ്റെ ഭക്ഷണം അവസാനിച്ചതിന് ശേഷം വെയിട്രസിനോട് ഞാൻ ചോദിച്ചു, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ? അവിടെ ഇരുന്നിരുന്ന ഭക്ഷണം കഴിച്ചിറങ്ങിയ ആ പെൺകുട്ടിയെ അറിയാമോ? No sir, I do not know her to speak of. I have noticed she has lunch here on Saturdays. ആ ജോലിക്കാരി ആ കുട്ടിയെ അറിയില്ല എന്നും പക്ഷേ ശനിയാഴ്ചകളിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി ആ കുട്ടി അവിടെ വരാറുണ്ടെന്നും ജോലിക്കാരി പറഞ്ഞു. Doesn't she come on any other day? മറ്റു ദിവസങ്ങളിൽ വരാറില്ലേ എന്ന് ഞാൻ ചോദിച്ചു. മറ്റു ദിവസങ്ങളിൽ വരാറില്ല എന്നായിരുന്നു ജോലിക്കാരിയുടെ മറുപടി. Doesn't she come on any other day? I never see her on other days. Have you any idea who is she? Perhaps she works in nearby shop. അവളെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഹാവ് യു എനി ഐഡിയ ഹൂ ഈസ് ഷീ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ നിയർ ബൈ ഷോപ്പ്. ഒരുപക്ഷെ ഇവൾ ഇവിടെ അടുത്ത ഏതെങ്കിലും കടയിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഹൗ ഡു യു നോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? സാറ്റർഡേ ഈസ് പേ ഡേ ദാറ്റ് വെൻ ഷീ കംസ്. ശനിയാഴ്ചകളിലാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ശനിയാഴ്ച അവൾ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. ബാക്കി ദിവസങ്ങളിലൊന്നും ഓൺ അതർ ഡേയ്സ് ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദ ലഞ്ച്. മറ്റ് ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം വാങ്ങാനുള്ള പണം അവളുടെ പക്കൽ ഉണ്ടായിരിക്കില്ല. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരുപക്ഷെ ഒരുപാടൊന്നും അവൾ സമ്പാദിക്കുന്നുണ്ടായിരിക്കില്ല. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്.
The curiosity I felt about the girl persisted. എനിക്ക് ആ പെൺകുട്ടിയോട് സഹതാപം തോന്നി. കൂടാതെ ആ പെൺകുട്ടിയോടുള്ള ആകാംക്ഷ ഉള്ളിൽ നിറഞ്ഞു നിന്നു. Who was the child? Why had she inquired about me? അവൾ എന്തിനായിരിക്കും എന്നെക്കുറിച്ച് അന്വേഷിച്ചത്? അവളുടെ താല്പര്യത്തിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ? ഞാൻ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. Her poverty-stricken, sad and anxious figure took possession of my thoughts. അവളുടെ ആ ഒരു ദാരിദ്ര്യം നിറഞ്ഞ ആ ഒരു രൂപം, അതുപോലെ തന്നെ ആകാംക്ഷയുള്ള ആ ഒരു മുഖവും എൻ്റെ ചിന്തകളിൽ അത് മാത്രമായി. ഓൺ സൺഡേയ്സ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ ലണ്ടനിലെ കടകൾക്കെല്ലാം അവധിയായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ തുടങ്ങി. So I set out to look for her after breakfast on Monday morning. തിങ്കളാഴ്ച രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ അവളെയും തേടി ഇറങ്ങി. I looked into the shops on the street nearby St. Martin Line. സെൻറ്റ് മാർട്ടിൻ ലൈനിലെ എല്ലാ കടകളിലും ഞാൻ അവളെ അന്വേഷിച്ചു. ആൻഡ് എസ്പെഷ്യലി ഓൺ ദ സ്റ്റോപ്പ് ഓൺ ദ സ്ട്രാൻഡ്. അല്ലേ, സെൻറ്റ് മാർട്ടിൻ ലൈൻസിലെ സമീപത്തുള്ള എല്ലാ കടകളിലും ഞാൻ തിരഞ്ഞു. ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദാറ്റ് ഗേൾ. ആ ഒരു പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദ വീക്ക് പാസ്ഡ്. ഒരാഴ്ച കടന്നുപോയി. സാറ്റർഡേ കെയിം എഗെയിൻ. വീണ്ടും ശനിയാഴ്ച വന്നു. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. ഒരിക്കൽ കൂടി ഞാൻ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആസ് ഐ എൻറ്റേർഡ്. ഞാൻ അവിടെ പ്രവേശിച്ചപ്പോൾ തന്നെ ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ദ ബിഫോർ. കഴിഞ്ഞ ദിവസം അവളിരുന്ന അതേ ടേബിളിൽ തന്നെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ഈറ്റിംഗ്. അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹർ സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. തൊട്ട് ഓപ്പോസിറ്റിലായിട്ട് ഞാനും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പറഞ്ഞു. അവൾ എന്നെ തിരിച്ചും അഭിവാദ്യം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഷി റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. By making one brief remark after another, I was able slowly to start conversation. അവൾ എന്നെ തിരിച്ചും അഭിവാദ്യം ചെയ്തു. ഞാൻ പതിയെ സംസാരിക്കാൻ ആരംഭിച്ചു. അവസാനം അവൾ എന്നോട് ചോദിച്ചു. At last she asked me, Are you an Indian? നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? യെസ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? പിന്നീട് അവൾക്ക് അറിയേണ്ടത് ഞാനൊരു വെജിറ്റേറിയൻ ആണോ എന്നായിരുന്നു. വൈ ഡു യു ആസ്ക് ദാറ്റ്? എന്തിനാണ് നീ അത് ചോദിക്കുന്നത്? ഐ ഹാവ് ഹേർഡ് ദ മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഇന്ത്യക്കാർ മിക്കവാറും പേർ വെജിറ്റേറിയൻസ് ആണെന്ന് അവൾ കേട്ടിട്ടുണ്ട്. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ നിനക്കെങ്ങനെ അറിയാമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. ഹീസ് എ സോൾജർ. അവളുടെ മൂത്ത സഹോദരൻ ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം ഇന്ത്യയിലാണ്. ഐ ആം നോട്ട് മച്ച് ഓഫ് വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് ഹർ ക്വസ്റ്റ്യൻ. ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. ഞാനൊരു സസ്യാഹാരിയല്ലെന്നും എന്നാൽ സസ്യാഹാരം എനിക്കിഷ്ടമാണെന്നും ഞാൻ അവളോട് മറുപടി പറഞ്ഞു. പക്ഷേ ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ മറുപടി കേട്ട് അവൾ സംതൃപ്തയല്ല എന്നെനിക്ക് തോന്നി. ഐ ലേൺ ദാറ്റ് ഹർ ഓൺലി ഗാർഡിയൻ വാസ് ഹിസ് എൽഡർ ബ്രദർ. അവളുടെ ആകെയുള്ള രക്ഷകർത്താവ് മൂത്ത സഹോദരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഷീ ലിവ്ഡ് വിത്ത് ഹർ ഓൾഡ് വിഡോവ്ഡ് മദർ. അവൾ അവളുടെ വിധവയായ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. Do you hear from your brother? നിൻ്റെ ബ്രദറിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? We have not had a letter from him for a long time. My mother is very worried. People tell her that India is full of tigers and snakes and fevers.
കുറച്ച് നാളുകളായി കത്തുകളൊന്നും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ അമ്മ വളരെ വിഷമത്തിലാണ്. ഇന്ത്യയിൽ നിറയെ രോഗങ്ങളും പാമ്പുകളും പുലികളുമാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് സംതിങ് ഹാപ്പൻ ടു ഹിം. അതുപോലെ തന്നെ തൻ്റെ സഹോദരന് എന്തോ സംഭവിച്ചതായി അവൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അല്ലേ, അവൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ പാമ്പുകളും പുലികളും നിറയെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോ, ഐ സ്മൈൽഡ്. ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദർ ഇഫ് ഇറ്റ് വേർ? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. ഇതുപോലെയുള്ളവയ്ക്ക് നിറയെ ഉണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് എന്ന് ഞാൻ അവളോട് തിരിച്ചു ചോദിച്ചു. മദർ സെയ്സ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അവളുടെ അമ്മയ്ക്ക് ഏതെങ്കിലും ഇന്ത്യക്കാരനിൽ നിന്ന് ഇങ്ങനെയുള്ള സത്യം നേരിട്ടറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അല്ലേ, ഞാൻ അവളുടെ അമ്മയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി അവളുടെ നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. എന്താണ് അവൾക്ക് അവളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്നെനിക്ക് മനസ്സിലായി. She wanted me to see her mother, but she did not have the courage to ask me to accompany her home. A keen desire to meet this poor anxious mother took hold of me. ഞാൻ അവളുടെ അമ്മയുമായി സംസാരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നതായി അവളുടെ നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അവളുടെ കൂടെ വീട്ടിലേക്ക് അവൾക്കൊപ്പം ചെല്ലുമോ എന്ന് ചോദിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എനിക്ക് അവളുടെ അമ്മയെ കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട ഇംഗ്ലീഷ് കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ ഇതുവരെ എനിക്കൊരു അവസരം കിട്ടിയിരുന്നില്ല. ഐ ഹാഡ് നോട്ട് had the opportunity to visit an impoverished English home. I wished to see how the poor lived in this country, to know what they think. ഒരു പാവപ്പെട്ടവർ എങ്ങനെയാണ് ലണ്ടനിൽ ജീവിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. Will you introduce me to your mother sometime? Would you like me to accompany your home? I can go someday. ഞാൻ അവളോട് ചോദിച്ചു, ഒരു ദിവസം അവളുടെ വീട്ടിൽ സന്ദർശനത്തിന് ചെല്ലാം. അവൾ എന്നോട് ഇത് പറഞ്ഞപ്പോൾ നന്ദിയുള്ളവളായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ ചെല്ലാമോ എന്നവൾ ചോദിച്ചു. അങ്ങനെ ഞാൻ വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യുവർ ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. നമുക്കൊരു ദിവസം പോവാമെന്ന് ഞാൻ പറഞ്ഞു. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ, അവൾക്ക് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി അദ്ദേഹത്തോട്. താങ്ക് യു എവർ സോ മച്ച്, ഷീ സെഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ക്യാൻ യു കം നൗ? നിങ്ങൾ ഇപ്പോൾ വരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നവൾ പറഞ്ഞു. വിത്ത് പ്ലഷർ. അല്ലേ, അദ്ദേഹം സമ്മതിച്ചു. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. ഈ ഒരു സന്ദർശനം എൻ്റെ ജോലിയെ ബാധിക്കുമോ എന്നവൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു. നോ നോ, നോട്ട് അറ്റ് ആൾ. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഞാൻ തിരക്കിലല്ല എന്ന് അവളോട് മറുപടി പറഞ്ഞു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹെർ, മേ ഐ നോ യുവർ നെയിം? അങ്ങനെ ഓൺ അവർ വേ ടു ഹോം ഐ ആസ്ക്ഡ് ഹെർ. ഞാൻ അവളോട് ചോദിച്ചു ഹെർ നെയിം. ഷീ ഗേവ് ഹെർ ഫുൾ നെയിം. അവളുടെ മുഴുവൻ പേര് പറഞ്ഞു. മൈ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ മീ ടു വാക്ക്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്ക്ഡ്. നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. എനിക്ക് പ്രയാസമില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. നോ, ഐ വാക്ക് ഹോം എവരി ഡേ. അവൾ എന്നും വീട്ടിൽ നടന്നാണ് പോകാറുള്ളത് എന്ന് അവൾ പറഞ്ഞു. I asked the girl, do you come this way often? Yes, she answered. I work as a typist in the civil service stores. ഈ ഒരു വഴിയിലൂടെയാണ് അവൾ പോകാറുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്ന് അവൾ മറുപടി പറയുകയും കാരണം സിവിൽ സർവീസ് സ്റ്റോറിൽ ഒരു ടൈപ്പിസ്റ്റാണ് അവൾ ജോലി ചെയ്യുന്നത്.
എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. എന്നും ഞാൻ ഈ വഴിയിലൂടെയാണ് പോകാറുള്ളത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് വീട്ടിലേക്ക് നേരത്തെ തന്നെ പോകുന്നത്. ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഐ വുഡ് കോൾ ഹർ മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്. മിസ് ക്ലിഫോർഡ് എന്നാണോ അതോ ആലീസ് എന്നാണോ ഞാൻ അവളെ വിളിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, ഐ ആം നോട്ട് എ ഗ്രോൺ അപ്പ് യെറ്റ്. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. ഐ ആം യൂഷ്വലി കാൾഡ് മാഗി. ഷീ ലാഫ്ഡ്. ഷീ സെഡ് ഷീ വാസ് നോട്ട് ഗ്രോൺ അപ്പ് ആൻഡ് സോ ഐ കുഡ് കോൾ ഹർ വാട്ട് എവർ ഐ ലൈക്ക്ഡ്. എനിക്കിഷ്ടമുള്ളത് എന്തും വിളിക്കാമെന്നും ഒരുപാട് ഞാൻ പ്രായപൂർത്തിയായിട്ടില്ല എന്നും അവൾ പറഞ്ഞു. മാഗി എന്നാണ് എന്നെ സാധാരണ എല്ലാവരും വിളിക്കാറുള്ളതെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? നിനക്ക് പെട്ടെന്ന് തന്നെ വലുതാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. ടെൽ മീ വൈ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. വലുതായി കഴിഞ്ഞാൽ അവൾക്ക് കൂടുതൽ ശമ്പളം കിട്ടും അല്ലേ? ഷീ സെഡ് ഇഫ് ഷീ വാസ് ഗ്രോൺ അപ്പ് ആൻഡ് ഷീ വുഡ് ബി പെയ്ഡ് മോർ ആൻഡ് ഹർ മദർ വാസ് ഗെറ്റിംഗ് ഓൾഡ്. അവളുടെ അമ്മ പ്രായമായി വരുന്നത് കൊണ്ട് വലുതായി കഴിഞ്ഞാൽ അവൾക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞു. ഐ ആസ്ക്ഡ് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൺ? ഈസ് ദ വർക്ക് ഡു യു ടു ഡു യുവർ ലൈക്കിംഗ്? ഈ ഒരു ജോലി നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഐ വാണ്ടഡ് ടു നോ ഇഫ് ഷീ ലൈക്ക്ഡ് ഹെർ വർക്ക്. ഷീ സെഡ് നോ, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ വർക്ക്. അവൾ പറയുകയാണ്, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വാണ്ട് ടു വർക്ക് ദാറ്റ് വിൽ മേക്ക് മൈ യൂസ് മൈ ഹെഡ്. ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് സെക്രട്ടറി. യാന്ത്രികമായ ഒരു ജോലിയായിരുന്നു ഇത്. അവൾക്ക് അവളുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള നല്ല ജോലി ചെയ്യാനാണ് ആഗ്രഹമുള്ളത്. ഒരു സെക്രട്ടറി ആവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. അല്ലെ, ആ ഒരു ബ്രിഡ്ജ് കടന്നവർ ലാംബത്തിൽ എത്തി. ഇറ്റ് ഈസ് എ പുവർ നൈബർഹുഡ്. ദിസ് ഈസ് എ ഏരിയ വേർ പുവർ പീപ്പിൾ ലിവ്ഡ്. ഇതായിരുന്നു പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷാൽ ടേക്ക് മൈ മദർ എവേ ഫ്രം ഹിയർ. ഷീ ടോൾഡ് മീ ദാറ്റ് ഇഫ് ഷീ ബിക്കം എ സെക്രട്ടറി ഷീ വുഡ് ടേക്ക് ഹെർ മദർ എവേ ഫ്രം ദാറ്റ് പ്ലേസ്. ഒരു സെക്രട്ടറി ആവുകയാണെങ്കിൽ അമ്മയെ ഈ സ്ഥലത്ത് നിന്നും ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്നവൾ പറഞ്ഞു. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാഗ്സി? നിൻ്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ മാഗ്സി എന്നാണോ വിളിക്കാറുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വെൻ ഷീ വാസ് വെരി അഫെക്ഷനറ്റ് ഹി കാൾഡ് മീ മാഗ്സി. ഹൗ ഡിഡ് യു നോ? അദ്ദേഹം വളരെ സ്നേഹമുള്ളവനാവുമ്പോൾ എന്നെ മാഗ്സി എന്നാണ് വിളിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? യെസ് യെസ്, ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. ഇതൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. വി ആർ ഇന്ത്യൻസ്, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. ഐ ജോക്കിംഗ്ലി ടോൾഡ് ഹർ ഇന്ത്യൻസ് നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് മാജിക്. ഇന്ത്യക്കാർക്ക് മാജിക്കും അതുപോലെ തന്നെ ഭാവി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ അവളോട് തമാശ രൂപേണ പറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെയെല്ലാം യോഗികൾ എന്നല്ലേ പറയാറ് എന്നവൾ ചോദിക്കുകയാണ്. ഇൻഡീഡ് ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് യു ഹാവ് ഹേർഡ്? അല്ലേ, എന്താണ് നീ ഇന്ത്യക്കാരെക്കുറിച്ച് കേട്ടതെന്ന് പറയാമോ? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൽറ്റ് പവേഴ്സ്. ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം ഒക്കൽറ്റ് പവേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മാജിക് പവർ ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് ദേ ആർ കോൾഡ് യോഗീസ്. അവർ വിളിക്കുന്ന പേരാണ് യോഗി എന്നെനിക്കറിയാം. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു യോഗിയല്ല. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി? ഞാനൊരു യോഗിയല്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അവൾ പറയുകയാണ്, യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികൾ മാംസഭക്ഷണം കഴിക്കാറില്ല. അതുകൊണ്ടാണ് അവൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആദ്യം തന്നെ അദ്ദേഹത്തോട് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചത്.
She said that yogis don't eat meat. Then I asked her whether that the reason for her asking me if I was vegetarian or not. അതുകൊണ്ടാണോ ഞാൻ സസ്യബുക്കാണെന്ന് ചോദിച്ചതെന്ന് ഞാൻ ചോദിച്ചു. Is that why you asked me in the beginning whether I am a vegetarian or not? She smiled without answering. അവൾ മറുപടിയൊന്നും പറയാതെ വെറുതെ ചിരിച്ചു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾ നന്നായി ക്ലാസ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. Now I here to stop my class. Thank you.